മോദിയുടെ ജനപ്രീതി ഇടിയുന്നു എന്നാണ് ഒരു സർവേ റിപ്പോർട്ട്, സീ വോട്ടറിൻ്റെ സർവേ റിപ്പോർട്ടിലാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ആധികാരികത എന്ത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ജനഹൃദയങ്ങളിലാണ് മോദിയുടെ ജനപ്രീതി ഉള്ളത്, മോദിയോടുള്ള സ്നേഹമുള്ളത്. മോദിക്ക് കുടുംബമില്ല എന്നൊരിക്കൽ ലാലു പ്രസാദ് യാദവ് പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് എന്ന് പറഞ്ഞു മോദിയുടെ കുടുംബം ഞങ്ങളാണെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാറിൽ ഒന്നും നടക്കുന്നില്ല കോൺഗ്രസ് വിചാരിച്ചിട്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ അവസാനത്തെ അടവ് എന്താണ് ചെയ്തതെന്ന് മാഡത്തിന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു റാലി നടക്കുന്നു രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ വെച്ച് അവരുടെ പ്രവർത്തകർ മോദിയുടെ അമ്മയെപ്പറ്റി അസഭ്യം പറയുകയാണ്. അപ്പോൾ നിലവാരം എവിടെ നിൽക്കുന്നു? ജനഹൃദയങ്ങളിൽ മോദി ഉണ്ട് എന്നുള്ളതിന് ഇതിനപ്പുറം തെളിവ് വേണ്ട. കോൺഗ്രസ്സുകാർ തെറി വിളിക്കുകയാണ്. അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസ്. എന്ത് തോന്നുന്നു, മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞോ? മോഡിയുടെ ജനപ്രീതി ഒരിക്കലും ഇടിയാൻ പോകുന്നില്ല. ഞാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവർ എല്ലാവരും പറഞ്ഞേ വോട്ട് മോഡിജിക്കാണ് കേട്ടോ, ഞങ്ങളുടെ വോട്ട് മോഡിജിക്കാണ്. BJP എന്ന് പറയുന്നില്ല, NDA എന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ BJPയുടെ ആളാണെന്ന് അവർക്കറിയാം. മാഡം അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ മോളെ, ഞങ്ങളുടെ വോട്ട് മോഡിജിക്കാണ് കേട്ടോ. മോഡിജി ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് എവിടെയൊക്കെ അറിയുന്നു, ആൾക്കാർ വരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നു. ഒരിക്കൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് പോകുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു മാന്യ വ്യക്തി, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു, ഉള്ളിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വന്നപ്പോൾ മകളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പം അദ്ദേഹം പറയാണ്, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഇംഗ്ലണ്ടിൽ നിൽക്കുമ്പോൾ അഭിമാനം തോന്നുന്നത്. ഇത്രയും നാൾ നമ്മുടെ അടിമ രാജ്യത്തു നിന്നുള്ള മനുഷ്യനായിരുന്നു. നമ്മുടെ സ്കിൻ കണ്ടാൽ അറിയാമല്ലോ നമ്മൾ ഇംഗ്ലീഷ് ആൾക്കാരല്ലാന്ന്. പക്ഷെ നമ്മളവിടെ ജീവിതത്തിന് വേണ്ടി പോയി താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ മോഡിജി ആദ്യമായിട്ട്, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നതിന് ശേഷം മോഡിജിയുടെ പ്രഭാവം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് ഇന്ത്യക്കാർക്ക് വേറൊരു ലെവലിലേക്കാണ് അവർ ഉയർന്നത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ മോഡിജിയുടെ രാജ്യത്ത് നിന്ന് വരുന്നു, ഇന്ത്യയിൽ നിന്ന് വരുന്നു, ഭാരതീയരാണ്, ഞങ്ങൾ അടിമകളല്ല, ഇനി ആരുടെയും അടിമകളല്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായത് അന്ന് മുതലാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ ക്ഷണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഈ കഴിഞ്ഞ വർഷം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഹ്യൂസ്റ്റണിൽ വച്ചിട്ട് ഒരു വലിയ ഹൈലി ക്വാളിഫൈഡ് കറുത്ത വംശജനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഫ്ലീറ്റ് ഓഫ് കാർസ് ഉണ്ട്, അത് തൽക്കാലം അദ്ദേഹം ഓടിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഹേ ഗായ്സ് വേർ ആർ യു ഫ്രം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞു. ഓ മോദി, ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ മറുപടി വരുന്നത് ഓ മോദി. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ, ഞങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹം മോഡിയെക്കുറിച്ച് അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങി. അപ്പം ഇവരിതെന്താ പറയുന്നത്, സി ചാനലുകാർ പറഞ്ഞാൽ ഇതൊന്നും നടക്കണ കാര്യമോ? മോഡിജിയുടെ കൂടി വരികയാണ്. അദ്ദേഹത്തിന് ജനമനസ്സുകളിലുള്ള പ്രീതി കൂടി വരികയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും. അപ്പം ആദ്യം ഞാൻ സംസാരിച്ചത് ഒരു നമ്മളുടെ മലയാളി ക്രിസ്ത്യൻ ആളെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഒരു കറുത്ത വംശജനായ നൈജീരിയയിൽ നിന്ന് വന്ന് അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ഒരു മനുഷ്യനാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞപ്പോഴേക്കും ഓ മോദി എന്ന്. പിന്നെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ലോസ് ഏഞ്ചൽസിൻ്റെ ഒക്കെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെയായി. ഞാനൊരു കൗൺസിലർ, BJPയുടെ മോദിജി കൗൺസിലർ ഹൂ എന്ന് പറഞ്ഞപ്പോഴേക്കും കൗൺസിലർ ഹൂ എന്നല്ല, I represent the party in Cochin, I am the corporate council എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും madam wherever you want to go I'll take you, I don't want anything extra, no waiting charge, nothing എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മോഡിജിയുടെ ഫാൻ ആയതുകൊണ്ട് ഞങ്ങളും കുറച്ച് അവിടെ നല്ല ഒരു സമ്മാനിതരായി എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ പ്രിയൻ, നമുക്ക് ചിരിച്ച് തള്ളിക്കളയാനാണ് തോന്നുന്നത്. മോഡിജിയുടെ അമ്മ എന്തൊരു സാത്വികയായ ഒരു അമ്മയാണ്. പുണ്യം ചെയ്ത ഗർഭപാത്രം എന്ന് പറഞ്ഞല്ലേ, മോദിജിയെ പോലെ ഒരാളെ ഗർഭം ധരിക്കുകയും നാടിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. അല്ലാണ്ട് എൻ്റെ മോൻ എന്നല്ല. മോദിജി എന്തൊരു സ്നേഹത്തോടു കൂടി അമ്മയടുത്ത് ഇങ്ങനെ പോയിട്ട് പഴയ കുഞ്ഞിലത്തെ ഇതുപോലെ ഇരിക്കുന്നു. പ്രിയൻ അറിയാമോ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് നമുക്ക് വല്ല പിടിയുണ്ടോ? പ്രിയങ്കയുടെ ഭർത്താവ് വാദ്ര എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മളുടെ
എന്താ പറയുന്നത്, സഞ്ജയ് ഗാന്ധിയുടെ നമുക്ക് അവരുടെയൊക്കെ കുടുംബങ്ങളെ കുറിച്ചറിയാം. പക്ഷെ മോഡിജിയുടെ അനിയന്മാരും ചേട്ടന്മാരും സഹോദരിമാരും കുടുംബത്തിലെ അംഗങ്ങൾ ആരെങ്കിലും തന്നെ ഞങ്ങൾ മോഡിജിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, മോഡിജി അറിയാണ്ട് പോലും വരികയാണെങ്കിൽ അവരാരും വരാറില്ല. അവരെല്ലാം ചിലര് ചായക്കട നടത്തുകയാണ്, ചിലര് പലചരക്ക് കട, ചെറിയ ചെറിയ ഷോപ്പുകൾ അവരുടെ ഗ്രാമത്തിൽ. മോഡിജിയുടെ അമ്മ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അമിത്ഷാജിയോട് പോലും വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോവുക, ഞാൻ എൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തിട്ട് ഞാൻ അവിടെ എത്തിക്കോളാം എന്നാണ് മോഡിജി പറഞ്ഞത്. അല്ലാണ്ട് അവിടെ വന്നൊരു വലിയ എല്ലാവരും വന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ അവർ വരണം ഇവർ വരണം അങ്ങനെ ഇങ്ങനെയെന്ന്. അങ്ങനെ ഒന്നുമില്ല. സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന മരണ ചടങ്ങോട് അനുബന്ധിച്ച് മോഡിജി ആ ശവമഞ്ചമേറ്റിക്കൊണ്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ ഒരു ഭാരതത്തിലെ ഭായിയും ബഹനവും എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ? അത് പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണ് മോഡിജി. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഹൃദയത്തിലാണ്, എല്ലാവരുടെയും ഹൃദയത്തിലാണ്. പുറത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇപ്പം ഞാനൊരു സർവേ നടത്തി, എനിക്കൊരു സർവേ നടത്തുന്ന ഒരു കമ്പനിയുണ്ട്. ഞാൻ പറയുന്നു മോഡിജിയുടെ ജനങ്ങളിലുള്ള പ്രീതി ഇപ്പോൾ 99.9999% എന്ന് പറഞ്ഞാൽ ആണ് അല്ലേ? അതിനെന്താണ് വിശ്വാസം? എനിക്ക് അങ്ങനെ എൻ്റെ ഇത് ഗ്രൂപ്പ് നടത്തിയ ഇതിൽ സർവേയിൽ അങ്ങനെയാണ് വന്നത് പ്രിയൻ. 99.99%. ഐ നോട്ട് ജോക്കിംഗ്. അങ്ങനെയാണ് വന്നത്. അല്ലാതെ യാഥാർത്ഥ്യം. നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്നവരാണല്ലോ, സംസാരിക്കും, പൊതുജനങ്ങളോട് സംസാരിക്കാറുമുണ്ട്. ആ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന പൾസ് ഇത് തന്നെയാണ്. അതായത് പൊതുജനം പറയുന്നത് മോദിക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ. അങ്ങനെ ആണെങ്കിൽ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിയോജിക്കുന്നവരേ ഉള്ളൂ. സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യൻ, ലെയ്മാൻ എന്ന് പറയുന്നവരെല്ലാവരും മോദിജി ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ അതായത് ഉജ്ജ്വല പദ്ധതിയുടെ ഗുണഭോക്താക്കളല്ലാത്ത ഒരു സാധാരണക്കാരനും കേരളത്തിൽ ഈ രാജ്യത്തും ഇല്ല. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് പറയില്ല, പിണറായി പറയില്ല. പിണറായി എല്ലാത്തിനും പേര് മാറ്റും. ഇപ്പോൾ അമൃത് പദ്ധതി എൻ്റെ ഡിവിഷനിൽ വന്നതിൻ്റെ വലിയ നടത്തിയപ്പോൾ പിണറായിയുടെ പടമുണ്ട്, റോഷി അഗസ്റ്റിൻ്റെ പടമുണ്ട്, മോഡിജിയുടെ പടവുമില്ല. മോഡിജിയാണ് അതിന് പൈസ കൊടുക്കുന്നത്. ഈ സ്വച്ഛ ഭാരതിനെ പേരിട്ടത് ഹരിതകേർ അല്ല, വെളിയിട വിസർജനം നിർമ്മാർജ്ജന പദ്ധതി അങ്ങനെ എന്തോ പേരിട്ടേക്കുന്നത്. സ്വച്ഛ ഭാരത് സ്വച്ഛ ഭാരതിന് പേരിട്ടേക്കുന്നത് അങ്ങനെയാ. എന്ത് കഷ്ടമാണെന്നുള്ളത്. എല്ലാം ഫണ്ട് വരുന്നത് അവിടെ നിന്നാണ്. പക്ഷെ ഇവിടെ വന്ന് ഇവര് നമ്മളുടെ ഇത് ലൈറ്റ് വരുന്നതുണ്ട്, DDU എന്നാണ്, ദീൻ ദയാൽ ഉപാധ്യായ സോളാർ അങ്ങനെ എന്തോ ആണ്. അതിനവർക്ക് മാറ്റാൻ പറ്റൂലല്ലോ. സോളാർ ഈ ലൈറ്റ് LED ലൈറ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് KSEBന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ദീൻ ദയാൽ എന്ന് കേട്ടാ. അതുകൊണ്ട് അവർ DDU KY അങ്ങനെ എന്തോ ഇട്ടു. അപ്പം അതെന്താണെന്ന് മനസ്സിലായില്ല. മറ്റേ ദീൻ ദയാൽ എന്ന് കേട്ടാൽ നോർത്ത് ഇന്ത്യൻ പേരാണെന്ന്. എന്തിനാണ് ജനങ്ങളിങ്ങനെ പറ്റിക്കുന്നത്? എന്തായാലും കേരളത്തിന് തനിച്ചൊരു നോട്ടടി മെഷീൻ ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ വിഹിതം കിട്ടി തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അഭിമാനപൂർവ്വം പറയട്ടെ, 60% കേന്ദ്രം തന്നു, 40% നമ്മൾ വെച്ചു. അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. 100% ഒരു സംസ്ഥാനത്തിനും സ്വന്തം പൈസ ഇട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളം എന്തിനതിൽ നിന്ന് വിഭിന്നമായി നിന്ന് ഇവിടെയാണ് ഏറ്റവും അധികം ആളുകൾ വിദ്യരായ ആളുകളുള്ളത്. 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യക്കാരില്ലായിരുന്നെങ്കിൽ നമ്മൾ പറയാം അയ്യേ അവർക്ക് വിദ്യാഭ്യാസമില്ല, വൃത്തിയില്ല, പുറത്ത് വെളിക്കിറങ്ങണോ അങ്ങനെ ഇങ്ങനെയൊക്കെ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി പുറത്താകുമോ? ആ ഇലക്ഷൻ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ദിരാഗാന്ധി അവിടെ നിന്നാണല്ലോ പതനം ആരംഭിക്കുന്നത്. പുറത്താകുമോ? നമ്മൾ ആ സമയത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷനിൽ 20-20 നമ്മൾ ജയിപ്പിച്ചു വിട്ടു കോൺഗ്രസിനെ. പക്ഷേ നമ്മൾ പറയുന്ന ബുദ്ധിയില്ലാത്തവര്, വെളിക്കിറങ്ങാൻ സൗകര്യമില്ലാത്തവര്, യാതൊരു വിധത്തിലും മാനേഴ്സ് ഇല്ലാത്തവര്, അവരാണ് ബുദ്ധിപരമായ തീരുമാനമെടുത്തത്. ഇപ്പോഴും സൗത്ത് ഇന്ത്യക്കാർ മാറി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ 1ാം സ്ഥാനത്തിലേക്ക് കുതിക്കുന്ന നമ്മളെ നയിക്കുവാനായിട്ട് നമ്മളുടെ NDA മുന്നണി, BJP നയിക്കുന്ന NDA മുന്നണി തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ഒരു ബുദ്ധിയില്ലാത്ത നോർത്ത് ഇന്ത്യക്കാർ. അവിടെയുള്ള ബുദ്ധിയുണ്ട്, കറക്റ്റ് സമയത്ത് ബുദ്ധി പ്രയോഗിക്കാൻ അറിയാം. നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മളുടെ ആവശ്യങ്ങൾ നേരിടേണ്ട സമയത്ത് നമ്മൾ വേറെന്തോ ചിന്തയിലാവുന്നു. ഒരു കിറ്റിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുന്നു. വെള്ളപ്പാച്ചിൽ പോലെ വന്ന് നമ്മളെല്ലാവരും മുങ്ങിപ്പോയിട്ട് 10,000 രൂപ ഇനിയും കിട്ടാത്ത ആൾക്കാരുണ്ട്. മലവെള്ളം അടുത്ത് പോലും വരാത്ത സഖാവിന് 1 ലക്ഷവും 1.5 ലക്ഷവും കിട്ടിയിട്ടുണ്ട്. ഇതുമൊക്കെ സഖാക്കൾക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് മാറുകയാണ്. നമ്മളുടെ ഇതുണ്ടല്ലോ
വയോധന പല വിവിധ ക്ഷേമ പദ്ധതികളുടെ പെൻഷൻ കേന്ദ്ര സർക്കാർ എല്ലാം ബാങ്കിലിട്ട് കൊടുക്കും. ഇവർ ബാങ്കിലിടൂല. അതും ഒരു ജോലിയാണ്. ഇവിടെ സഖാക്കന്മാർക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പാവം അമ്മച്ചി 100 രൂപ 200 രൂപ എടുത്ത് കൊടുക്കും. എത്രയോ വീഡിയോ നമ്മൾ കണ്ടിരിക്കുന്നു. ബാങ്കിൽ നിന്ന് പോയി എടുത്താൽ പോരെ? ബാങ്കിൽ കാർഡ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈവൻ പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ കലൂർ ജംഗ്ഷനിൽ എല്ലാ ഞായറാഴ്ചയും ചന്തയുണ്ട്. അവിടെ വിൽക്കുന്ന എല്ലാ കച്ചവടക്കാരുടെ കയ്യിലും UPI ID ഉണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോഴാ ലോകത്തില് അമേരിക്ക പോലും ഇതില്ല. ഇപ്പം പോയിട്ട് പറഞ്ഞല്ലേ, യൂറോപ്പിലുമല്ല, ഇന്ത്യയിലും മുഴുവൻ ഇത് വന്നു കഴിഞ്ഞു. ഈവൻ കരിക്ക് വെട്ടുന്ന ആളുടെ കയ്യിലുണ്ട്, ഈവൻ മുറുക്കാൻ കിടക്കാരന്റെ കയ്യിലുണ്ട്. നമ്മൾ എവിടെ എത്തി? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്റെ വീട്ടിൽ തേങ്ങയിടാൻ വരുന്ന ആളെ എടുത്ത് കാണിച്ചു. തേങ്ങയിടാൻ വരുന്ന ആളാ സാർ 50 രൂപ ഹിന്ദിക്കാരനാ വരുന്നത്, ജാർഖണ്ഡുകാരനാ. അതെ. അപ്പൊ നമ്മള് മോഡിജിയുടെ ജനപ്രീതി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുതിക്കുകയാണ്. ഇന്ത്യ നമ്പർ 1 സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എല്ലാം നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയെന്ന് വിചാരിച്ചാൽ ചുമ്മാ അത് കേട്ട് കുറച്ച് പേര് പോലും വിശ്വസിക്കൂല എന്നുള്ളതാണ് സത്യം. ഒരു പോയിന്റ് ഞാൻ പറയുന്നു, എൻ്റെ ഫേം നടത്തിയ സർവേയിൽ 99.99% ആണ് മോഡിജിയുടെ യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.